യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എൻ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നമ്മൾക്ക് ചിന്തിക്കുവാനുള്ള ഭാഗം ഭൂമിയുടെ സ്വാഭാവികവും പ്രശാന്തവുമായ സൗന്ദര്യത്തെ അഭിനന്ദിക്കുക. ആധാരവാക്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്, നിർജ്ജന ദേശത്തും ആർപ്പാർപ്പില്ലാത്ത മരുഭൂമിയിലും മഴ പെയ്യിക്കേണ്ടതിനും തരിശും ശൂന്യവുമായ നിലത്തിന്റെ ദാഹം തീർക്കേണ്ടതിനും ഇളം പുല്ല് മുളപ്പിക്കേണ്ടതിനും ജലപ്രവാഹത്തിന് ചാലും ഇടിമിന്നലിന് പാതയും വെട്ടിക്കൊടുത്തത് ആർ. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഭൂമിയുടെ ഘടനയെക്കുറിച്ചാണ് കർത്താവായ യേശുക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയെ സൃഷ്ടിച്ച സമയം ഈ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ പറയുന്നത്, നിർജ്ജന ദേശത്ത് ആൾപ്പാർപ്പില്ലാത്ത മരുഭൂമിയിലും മഴ പെയ്യിക്കേണ്ടതിനും തരിശും ശൂന്യവുമായ നിലത്തിന്റെ ദാഹം തീർക്കേണ്ടതിനും ഇളം പുല്ല് മുളപ്പിക്കേണ്ടതിനും ജലപ്രവാഹത്തിന് ചാലും ഇടിമിന്നലിന് പാതയും വെട്ടിക്കൊടുത്തത് ആണ്. ഇവിടെ പ്രകൃതിക്ക് ദൈവം ഒരുക്കി കൊടുത്തിരിക്കുന്നതായ പാതയെക്കുറിച്ചും അത് എങ്ങനെ മനുഷ്യനിലേക്ക് എത്തിക്കാം എന്നതിനെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മോടിങ്ങനെ പറയുന്നു, വെള്ളപ്പൊക്കത്തിൽ ഒരു നീർച്ചാലോ ഇടിമിന്നലിന് ഒരു വഴിയോ പിളർത്തിയതാരാണ്? ഇവിടെ ദൈവത്തിന്റെ കരവിരുതുകളാൽ പ്രകൃതിയെ ദൈവം നിർമ്മിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ന് മനുഷ്യന്റെ കരവിരുതുകളാൽ പ്രകൃതിയെ ദ്രോഹിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനോട് പ്രകൃതി ശോഭിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം നമ്മോടിങ്ങനെ പറയുന്നു, അവൻ വെള്ളം തടുത്തു കളഞ്ഞാൽ അത് പറ്റിപ്പോകുന്നു, അവൻ വിട്ടയച്ചാൽ അത് ഭൂമിയെ മറിച്ചു കളയുന്നു. ഇവിടെ മനുഷ്യന്റെ ജീവിതത്തിലും പ്രകൃതി ജാലങ്ങളുടെ ജീവിതത്തിലും വളരെയധികം വിലപ്പെട്ടതായ ഒരു കാര്യമാണ് വെള്ളം എന്ന് പറയുന്നത്. അതിൻ്റെ ദിശ മാറി ഒഴുകിക്കഴിഞ്ഞാൽ ആ ദേശം മൊത്തം നശിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രകൃതിയിൽ വെള്ളത്തിന്റെ അളവ് കുറയുമ്പോൾ പ്രകൃതി വളരെ ക്ഷാമത്തിൻ്റെതായ സാഹചര്യത്തിലേക്ക് പോകുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ മനുഷ്യനെ ദൈവത്തിന്റെ കരുതലിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന് പ്രകൃതിയിൽ വേണ്ടുന്നതായ എല്ലാവിധ കാര്യാദികളും ദൈവം ഒരുക്കി നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഭൂമിയുടെ സ്വാഭാവികവും പ്രശാന്തവുമായ സൗന്ദര്യത്തെ അഭിനന്ദിക്കുക. ഇവിടെ ഭൂമിയുടെ ഘടനയെ അനുസരിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഭൂമിയുടെ ഘടനയെ ശ്രദ്ധിക്കാതെ വരുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ മഴ പെയ്യുന്നത് മനുഷ്യൻ താമസിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല, തരിശു ഭൂമികളിലും ആണ്. ഇവിടെ ഇസ്രായേൽ ജനതയുടെ യാത്രാ സമയത്ത് അവർക്ക് ദാഹിച്ചപ്പോൾ ദൈവം പാറയിൽ നിന്നും വെള്ളം കൊടുത്തതായിട്ടാണ് തിരുവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ അതിനേക്കാളുപരി വലിയൊരു വേദന നിറഞ്ഞതായ ഒരു മാതാവിന്റെ നിലവിളി നിർജ്ജന ദേശത്ത് ദൈവം കേൾക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കുന്നു, ദൈവം അവളുടെ കണ്ണ് തുറന്ന് അവളൊരു നീരുറവ് കണ്ട് ചെന്നു തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ഇവിടെ ഹാഗാറിന്റെ യാത്രാ സമയത്ത് തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതായ ജലവും ഭക്ഷണവും ഒക്കെയും തീർന്ന സമയത്ത് തീർന്നിരിക്കുന്നതായ ഒരു സാഹചര്യം, മകന്റെ നിലവിളി കേൾക്കാൻ സാധിക്കാതെ, അല്ലെങ്കിൽ മകന്റെ മരണത്തിന് താൻ സാക്ഷിയാകാതെ ഹാഗാർ ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കുകയാണ്. ഇവിടെ ഹാഗാറിനോട് ദൈവം ചോദിക്കുന്നു, എന്താണ് നിന്റെ പ്രശ്നമെന്ന്. അപ്പോൾ ഹാഗാർ പറയുന്ന ഏറ്റവും വിഷമം നിറഞ്ഞതായ ഒരു കാര്യമാണ്, തൻ്റെ മകന് ഒരല്പം വെള്ളം കിട്ടിയാൽ കൊള്ളാം. ഇവിടെ ഹാഗാറിന്റെ നിലവിളി ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയ സമയത്ത് തന്നെ ദൈവം ഹാഗാറിന് ഒരു നീരുറവ കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ വറ്റിവരണ്ട് പോയിരിക്കുന്നതായ
നിശ്ചലമായിരിക്കുന്നതായ നിസ്സഹായ അവസ്ഥയിൽ ദൈവം നമ്മെ സഹായിക്കും എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇങ്ങനെ പറയുന്നു, സങ്കീർത്തനങ്ങൾ 114:8 വാക്യം നമ്മോട് ഇങ്ങനെ പറയുന്നു, അവൻ പാറയെ ജലതടാകവും തീക്കനലിനെ നീരുറവും ആക്കിയിരിക്കുന്നു. ഇവിടെ ഹാഗാറിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, തീക്കനൽ നിറഞ്ഞിരിക്കുന്നതായ സാഹചര്യത്തിലും ദൈവം തന്റെ കുഞ്ഞുങ്ങളെ കൈവിടാതെ മാറോട് ചേർത്ത് നിർത്തി പ്രകൃതിയിൽ മനുഷ്യന് ഒരുക്കിയിരിക്കുന്നതായ ഭക്ഷണവും വെള്ളവും ദൈവം ഒരുക്കി കൊടുക്കുകയാണ്. ആകയാൽ ഇവിടെ ദൈവം നമ്മോട് പറയുന്നത്, ഭൂമിയുടെ സ്വാഭാവികവും പ്രശാന്തവുമായ സൗന്ദര്യത്തെ അഭിനന്ദിക്കുക. കാരണം ഇത് മനുഷ്യന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയും മനുഷ്യന് ഭക്ഷണം ലഭിക്കുവാൻ വേണ്ടിയും മനുഷ്യന് നല്ല ശുദ്ധമായ വായു ലഭിക്കുവാൻ വേണ്ടിയും നല്ല ശുദ്ധജലം ലഭിക്കുവാൻ വേണ്ടിയുമാണ് ദൈവം പ്രകൃതിയെ നിർമ്മിച്ചിരിക്കുന്നത്. ആ പ്രകൃതിയെ സന്തോഷത്തോടെ സമാധാനത്തോടെ പരിപാലിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന പൊന്നു ദൈവമേ, പൊന്നുനാമത്തിനായി നന്ദി അർപ്പിക്കുന്നു. ഈ ഭൂമിയിൽ അതിൻ്റെ ഘടന മനസ്സിലാക്കി ജീവിക്കുവാൻ അങ്ങ് അവിടുന്ന് സഹായിച്ച് അവിടുന്ന് ബലപ്പെടുത്തണമേ. എല്ലാം യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.